നമസ്കാരം. തെറ്റുതിരുത്തലുകളുടെ കാലമാണിത്. ഡൽഹിയിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും നരേന്ദ്രമോദി തെറ്റുകൾ തിരുത്തുകയാണ്. ആ തെറ്റുകളുടെ തിരുത്തലുകളുടെ ഫലമാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസത്തെ ഫലപ്രഖ്യാപനമെന്ന് പറയപ്പെടുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി മടങ്ങിയെത്തിയിരിക്കുന്നു 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിൽ. വലിയൊരു കാലയളവാണ്. പക്ഷെ കാത്തിരുന്ന് മടങ്ങി വരിക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ്. പക്ഷേ അത് ഭംഗിയായി ചെയ്തു തീർക്കുവാൻ RSSനും ഒപ്പം തന്നെ BJPക്കും കഴിഞ്ഞു. അതിൽ അഭിമാനിക്കാം നരേന്ദ്രമോദിക്കും BJPക്കും. പക്ഷേ അവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നത് ആര് ഭരിക്കും തലസ്ഥാനം ഭരിക്കുക നാരീശക്തിയോ? ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ ആരൊക്കെയുണ്ട്? സുഷമ സ്വരാജിൻ്റെ മകൾ ബാംസുരി അടക്കമുള്ളവർ. കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് വർമ്മയ്ക്കും വലിയ സാധ്യതകൾ പറയുന്നുണ്ട്. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾക്കൊപ്പം വിജേന്ദ്ര ഗുപ്തയുടെ പേരും പരിഗണനയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്തിമ തീരുമാനം മോദിയുടേതാണ്. അദ്ദേഹം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. ഒന്നിലേറെ ഉപമുഖ്യമന്ത്രിയായാലും ചിലപ്പോൾ ഉണ്ടായേക്കാം. നാരീശക്തി മുദ്രാവാക്യമായിരുന്നല്ലോ കുറച്ചു കാലം മുമ്പ് വരെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിൻ്റെ മകൾ കൂടിയായിട്ടുള്ള ബാംസുരിയുടേതാണ്. വനിതയെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അത് ബാംസുരിക്ക് സാധ്യതയെ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം മറ്റു പേരുകളും പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപിടി പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP വയ്ക്കുന്നുണ്ട്, പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള പർവേഷ് വർമ്മയാണ് ഹീറോ. അയാളുടെ പേരാണ് തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് ഈ പർവേഷ്. പ്രധാനമന്ത്രി തിങ്കളാഴ്ച വിദേശ പര്യടനങ്ങൾക്കായി തിരിക്കുകയാണ്. ഇന്ന് ഫ്രാൻസിലേക്ക് പോകുന്ന മോദി US സന്ദർശനവും കഴിഞ്ഞ ശേഷമേ ഇന്ത്യയിൽ തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. ഇതിനു മുൻപ് ഞായറാഴ്ച മുഖ്യമന്ത്രി പദം പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനി മോദി തിരിച്ചെത്തിയ ശേഷം മാത്രമായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക. അതാരാണ് എന്നറിയുവാനുള്ള സാധ്യത ഇനിയും ഒരു 3-4 ദിവസം കൂടി നീണ്ടുപോകും. ഇക്കാര്യത്തിൽ തീരുമാനം മോദി തന്നെ എടുക്കുകയും ചെയ്യും. കാരണം ഇത് മോദിയുടെ വിജയം കൂടിയാണ്. ഡൽഹി ജനതയ്ക്ക് കൊടുത്ത വാക്കുപാലിക്കുക എന്നതാണ് പ്രധാനമായിട്ടും BJPയുടെ മുൻപിലെ പ്രധാന കാര്യം. അതിലേക്ക് ഉതകുന്ന അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ തന്നെയായിരിക്കും ഡൽഹിക്ക് വേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കും അവിടെ തീരുമാനിക്കുക. ഡൽഹിയിലെ സിറ്റിംഗ് MPമാരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തേക്കും എന്നുള്ള സൂചനകൾ കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാകും എന്ന് പറയാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റും പിടിച്ചെടുത്ത BJP ഇത്തവണ 6 സീറ്റിലും പുതുമുഖങ്ങളെയായിരുന്നു മത്സരിപ്പിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈസ്റ്റ് ഡൽഹിയുടെ MPയും ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള ഹർഷ് മൽഹോത്ര, നോർത്ത് ഈസ്റ്റ് ഡൽഹി MP ആയിട്ടുള്ള മനോജ് തിവാരി, ന്യൂഡൽഹി MP ആയിട്ടുള്ള ബാംസുരി സ്വരാജ് എന്നിവരുടെയൊക്കെ പേരുകൾക്കാണ് മുൻഗണന. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോവുക. സുഷമ സ്വരാജിൻ്റെ ഭരണം കഴിഞ്ഞ് 27 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് BJP തിരികെ എത്തുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് മകൾ ബാംസുരി സ്വരാജ് എത്തുകയാണെങ്കിൽ അത് പുതിയ ചരിത്രമായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പർവേഷ് വർമ്മയും BJP മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് എന്നുള്ളതാണ് വസ്തുത. സുഷമ സ്വരാജിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് ഈ പർവേഷ് വർമ്മ എന്ന് പറയപ്പെടുന്നത്. വിജയിച്ച നിയമസഭയിൽ എത്തിയവരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അവിടെ സാധ്യത എന്ന് പറയപ്പെടുന്ന പർവേഷ് വർമ്മയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള വിജേന്ദ്ര ഗുപ്ത, സതീഷ് ഉപാധ്യായ എന്നീ പേരുകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഡൽഹി മുനിസിപ്പൽ കൗൺസിലർമാരെന്ന നിലയിലടക്കമുള്ള ഭരണപരിചയമാണ് ഇരുവർക്കും വലിയ സാധ്യതകൾ കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. വനിതകളിൽ നിന്നാണ് മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നത് എങ്കിൽ ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖ ശർമ്മ, AAP മന്ത്രിയായിട്ടുള്ള സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ശിഖ റായ്, ഇവർക്കൊക്കെ കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മധ്യപ്രദേശിനും ഹരിയാനയ്ക്കും സമാനമായിട്ട് ഇതിനെല്ലാം പുറത്തൊരു സർപ്രൈസ് വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു സർപ്രൈസ് മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമെന്ന് കൂടി പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്നുള്ളതാണ്. ഒന്നിലേറെ ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിച്ചിരിക്കുമെന്നുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ എന്നിവരുമൊക്കെ സർക്കാർ രൂപവൽക്കരണ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയാണ്. BJP ദേശീയ നേതൃത്വവുമായിട്ടുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ അത് പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. തുടർച്ചയായിട്ട്
4ാം തവണയും ഡൽഹിയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൽ ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് ആപ്പിന് നഷ്ടമായത് 40 സീറ്റുകളാണ്. പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അടക്കം, കൂടാതെ മുൻ ഉപമുഖ്യമന്ത്രിയും കെജ്രിവാളിൻ്റെ വലം കൈയുമായിരുന്ന മനീഷ് സിസോദിയ, മുൻ മന്ത്രിയും പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള സത്യേന്ദ്ര ജെയിൻ, പാർട്ടിയുടെ യുവ നേതാവും ഒപ്പം തന്നെ മന്ത്രിയുമായിരുന്ന സൗരവ് ഭരദ്വാജ്, പാർട്ടി സ്ഥാപകാംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള സോമനാഥ് ഭാരതി, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നിട്ടുള്ള രാഖി ബിർള തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം തന്നെ അടിപതറി വീണ ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. 2015-ലും 2020-ലും ഡൽഹിയിൽ പാർട്ടി നേടിയ വൻ വിജയങ്ങളിൽ പട്ടികവർഗ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണ അത് പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ വോട്ട് ഭിന്നിച്ചതോടെ ഭൂരിപക്ഷത്തിൽ ഇളക്കം തട്ടിയെങ്കിലും ആപ്പിനെ ഡൽഹിയിൽ നിന്ന് തുളച്ചു നിൽക്കുന്നതിൽ തടഞ്ഞു നിർത്താൻ ഈ മേഖലയ്ക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ ആപ്പിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു. ആ മുന്നണിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയ കെജ്രിവാളിനും കൂട്ടർക്ക് തലയ്ക്ക് തല്ല് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫലപ്രഖ്യാപനമായിരുന്നു ഉണ്ടായത് എന്നുള്ളത് ഇനിയെങ്കിലും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, തലസ്ഥാനം ഭരിക്കാൻ വേണ്ടിയിട്ട് 27 വർഷങ്ങൾക്ക് ശേഷം സുഷമ സ്വരാജിൻ്റെ മകൾ ബാംസുരി സ്വരാജാണ് എത്തുന്നതെങ്കിൽ ഇത് നാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ, BJPയുടെ RSSൻ്റെയൊക്കെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനമുണ്ടാവുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊന്നുമല്ല എങ്കിൽ മോദി മടങ്ങിയെത്തിയതിന് ശേഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലുള്ളൊരു മുഖ്യമന്ത്രിയെയും ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കും.